യാ വീട്ടിലും നാട്ടിലൊന്നും വിലയില്ല. അതന്നെയാ എന്റെ അവസ്ഥയും. പോത്തുപോലെയില്ലേ പണിക്ക് പോകാനാ പറയുന്നത്. അപ്പൊ എന്റെ അവസ്ഥയോ നിങ്ങളെ പോലെ തന്നെയല്ലേ എന്റെ അവസ്ഥ. നിങ്ങൾ ഈ നെഗറ്റീവ് വെച്ച് ചിന്തിക്കണേ, പോസിറ്റീവ് വെച്ച് ചിന്തിക്കറാ. യാ എന്നാലും പണിക്ക് പോകണ്ടെന്നാ പറയുന്നേ. എന്തിനാണ്ടാ പണിക്ക് പോയിട്ട്? ശരിക്കും നമ്മുടെ വില നമുക്ക് അറിയാത്തോണ്ടാണ്ടാ. അതിന് നമുക്ക് എന്താണ്ടാ വില? ഞാൻ പറയുന്നത് വീട്ടിൽ എന്നെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മോട്ടർ നടന്നുപോയി, മോട്ടർ ഓഫ് ആക്കാരുണ്ട്, ഞാനേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ റേഷൻ കടി പോയി അരി മണി വാങ്ങാം, ആരുണ്ട്? നമ്മളേ ഉള്ളൂ. ഇപ്പൊ രാത്രി ആയാലോ, രാത്രി നമ്മൾ ഒരു കാവൽക്കാരനെ പോലെ ഒരു 12 മണി 1 മണിയോടെ നമുക്ക് കാവലിരിക്കില്ലേ? പിന്നെ എന്ത് വേണം? നമുക്ക് വീട്ടിലും നാട്ടിലും വിലയൊക്കെ ഉണ്ടല്ലേ ഇപ്പോ. നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഒരു മിനിറ്റ് ഏട്ടാ, സ്റ്റാൻഡ് ഒന്ന് തട്ടോ. കണ്ടാ ഇയാൾക്ക് ഇപ്പൊ സ്റ്റാൻഡ് തട്ടിയില്ല. ആരെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു? നമ്മളല്ലേ. അതുപോലെ ഇപ്പൊ വണ്ടിയിൽ പോണ ചേച്ചിമാരുടെ എന്താ പറയാ ഷാള് വണ്ടി കുടുങ്ങിയല്ലോ, അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളല്ലേ ഉള്ളൂ. നമുക്ക് നാട്ടില് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അത് സംഭവം നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ്. നമ്മളൊരു സംഭവം തന്നെയല്ലേ. ആടാ നമുക്ക് നാട്ടിലും വീട്ടിലും വിലയൊക്കെ ഉണ്ടാ. പിന്നെ അല്ലാണ്ട് എല്ലാ നാട്ടിലും വീട്ടിലും ഇതുപോലത്തെ കുറെ പിള്ളേരുണ്ടാവും. സംഭവം എന്താ വെച്ചാൽ ഇത് ആരും മനസ്സിലാക്കണില്ലെന്നുള്ളൂ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല പറയുന്നില്ലേ, അതുപോലെയാണ് നമ്മുടെ അവസ്ഥ.